ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പോൾ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല, ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അതറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൗരവതരമായൊരു കാര്യമാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഗൗരവതരമായ വിധി നേരത്തെ. അതാണിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്. ഗുരുതരമായ തെറ്റാണ്. നമസ്കാരം. സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്നും സ്വകാര്യ വിവരങ്ങൾ ചോർത്തി സർക്കാർ ജീവനക്കാർക്കടക്കം അയച്ചു കൊടുത്ത് പിണറായി വിജയൻ സ്വകാര്യത ലംഘനം നടത്തി എന്നുള്ള ഹൈക്കോടതിയിലെ ഹർജിയിൽ സുപ്രധാന വിധിയുമായിട്ട് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഇന്ന് നടത്തിയ സുപ്രധാനമായ ഇടപെടലിൽ അദ്ദേഹം പറഞ്ഞത്, ഇനി മേലിൽ ഇതിന്റെ ഉത്തരവ് വരുന്നവരെ ഇനി മേലിൽ സന്ദേശങ്ങൾ അയക്കരുത്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഡിജിറ്റൽ വ്യക്തിവിവരം സുരക്ഷാ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിണറായി വിജയന്റെ ഉദ്ദേശം തൻ്റെ ഭരണകാലത്ത് 10 വർഷക്കാലം ഉണ്ടായി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് കുറേ അവകാശവാദങ്ങൾ തയ്യാറാക്കി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അയച്ചു കൊടുക്കുക, എന്നിട്ട് എല്ലാവരുടെയും സ്വകാര്യതകളിലേക്ക് കടന്നു കയറുക എന്നുള്ള ലക്ഷ്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഗുരുതരമായ തെറ്റാണെന്നും സ്വകാര്യതയുടെ ലംഘനമാണെന്നും മറ്റുള്ളവരുടെ നമ്പർ ചോർത്തലും മറ്റുള്ളവരുടെ വാട്സപ്പിലേക്കും അവരുടെ സ്വകാര്യതയിലും എല്ലാം കടന്നു കയറുന്നത് ഇന്ത്യൻ ഡിജിറ്റൽ വ്യക്തിവിവരം സുരക്ഷാ നിയമപ്രകാരം ഗുരുതരമായ തെറ്റാണെന്നുമാണ് പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്ന് VD സതീശൻ നടത്തിയ പത്രസമ്മേളനമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ ക്രൈം സ്റ്റോറി പത്രം തിരുവനന്തപുരത്ത് ഇറങ്ങിയ പത്രത്തിൽ നിന്ന് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഡാറ്റ ചോർച്ച സർക്കാരിന് കനത്ത തിരിച്ചടി, സ്വകാര്യതയിലേക്ക് ഉള്ള കടന്നുകയറ്റം എന്ന പേരിലാണ്. ഞാനത് വായിക്കാം. സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്നുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സന്ദേശം അയച്ചെന്ന ആരോപണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ സ്പാർക്ക് സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ ലഭിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. പ്രഥമദൃഷ്ട്യാ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അങ്ങനെയല്ലെങ്കിൽ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നടപടി പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ തുടർ സന്ദേശങ്ങൾ അയക്കരുതെന്നും നിർദ്ദേശിച്ചു. സ്പാർക്ക് ഡാറ്റയുടെ ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നടപടി. കേസിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? എന്ത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ വിവരങ്ങൾ ചോർന്നു എന്നതാണ് കൂടുതൽ ഗൗരവകരം. പ്രഥമദൃഷ്ട്യാ ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഗൗരവകരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. എങ്ങനെയാണ് വ്യക്തികളുടെ വിവരങ്ങൾ ലഭിച്ചത്? കോടതി ചോദിച്ചു. ഇനി കേസ് പരിഗണിക്കുന്നതുവരെ സമാന വിധത്തിലുള്ള സന്ദേശങ്ങൾ അയക്കില്ല എന്ന് എഴുതി തരാനും കോടതി നിർദ്ദേശിച്ചു. ജീവനക്കാരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി? വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലേ എന്നും എല്ലാവർക്കും ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നുവെന്നും കോടതി ചോദിച്ചു. ശമ്പള പരിഷ്കരണം, DA വർധനവ് അടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്പാർക്ക് സംവിധാനത്തിലെ നമ്പറുകളിലേക്കും ഇമെയിലുകളിലേക്കും സന്ദേശം അയച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അനുമതിയില്ലാതെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ചത് ഭരണഘടനയുടെ 21 അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഒപ്പം 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. തങ്ങളുടെ ഫോൺ നമ്പർ അടക്കമുള്ള വ്യക്തി വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നാണ് സന്ദേശങ്ങൾ വരുന്നതെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്.
കുറ്റക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുവെന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. സന്ദേശങ്ങൾ അയക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ തുടർ നടപടികൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാമെന്നും കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകളിലെ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം ലഭിച്ചത്. DA വർധന, ശമ്പള പരിഷ്കരണം, വീട് വായ്പ തുടങ്ങി വിവിധ സർക്കാർ നടപടികൾ ചൂണ്ടിക്കാട്ടിച്ചായിരുന്നു സന്ദേശം. സർക്കാരിന്റെ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കും സംരംഭകർക്കും ആനുകൂല്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. വ്യക്തികളുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും അവരുടെ അനുമതി കൂടാതെ ശേഖരിച്ചാണ് പ്രചാരണം നടത്തിയതെന്നും ഇത് സ്വകാര്യതയുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. അതായത് പിണറായി വിജയന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ഇത്തരം മോഷണത്തിനെതിരെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പൊ എന്ത് തമ്മാടിത്തരം കാണിക്കാം, നാട്ടിൽ ആരുടെ സ്വകാര്യതയും തനിക്ക് സ്വന്തമാക്കാം, എന്നിട്ട് അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറാം. അതുപയോഗിച്ച് ഇലക്ഷനിൽ വലിയ വിജയമുണ്ടാക്കാനുള്ള പിണറായി വിജയന്റെ പ്ലാനാണ് ഇവിടെ പൊട്ടിത്തകർന്നത് എന്നാണ് സത്യം. അതായത് പിണറായി വിജയൻ നടത്തുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ ചട്ടലംഘനങ്ങൾ അവസാന ഇലക്ഷൻ സമയത്ത് ഭരണം വീഴുമെന്നുള്ള ഘട്ടത്തിൽ ജനങ്ങൾ മുഴുവൻ എതിരാണ്, കള്ളപ്രചരണം നടത്തി ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് നടത്തിയത് എന്നുള്ള കാര്യം സംശയമില്ല. പിണറായി വിജയൻ മഹാനാണെന്ന് കാണിക്കുന്ന, കേരളത്തിലെ ഭരണം സൂപ്പറാണെന്ന് കാണിക്കുന്ന ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഈ മോഷണ കേസിൽ പിണറായി വിജയനെ കഴുത്തിൽ കുത്തി പിടിച്ചത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.